ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമി സൗഭാഗ്യപുരത്ത് വന്ന് എല്ലാ സത്യങ്ങളും അങ്ങ് തുറന്നു പറയാണ് കേട്ടോ. സത്യനാണ് എൻ്റെ അച്ഛനെന്നും ഭവാനിയാണ് ഇതിനെല്ലാത്തിലും പിന്നിൽ തന്നെ പണ്ട് കൊല്ലാൻ വേണ്ടി കൊടുത്തതാണ് അച്യുതൻ്റെ കയ്യിലെന്ന്. അവിടെ നിന്നും എൻ്റെ അച്ഛൻ എന്നെ സംരക്ഷിച്ച് വളർത്തുകയാണ് ചെയ്തത്. ഇനി തെളിവ് വേണമെങ്കിൽ അവസാനമായിട്ട് കഴുത്തിൻ്റെ പിൻവശത്തുള്ള ഒരു മാർഗ്ഗ് അതും കൂടെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുമ്പോൾ ഭൂമി പറയാണ്, ശരി, ഇത്രയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്നെ വിശ്വാസമായില്ലെങ്കിൽ ഞാൻ തിരിച്ചു പൊക്കോളാം എന്ന് പറഞ്ഞ് ഭൂമി അവിടുന്ന് തിരിച്ചു പോവാണ്. അന്നേരം സൗഭാഗ്യ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, അവനെ തിരിച്ച് വിളിക്കും, നിൻ്റെ മകൾ വന്നതല്ലേ, തിരിച്ച് വിളിക്കും മോനെ. അങ്ങനെ സത്യൻ അങ്ങോട്ട് ചെന്നിട്ട് മോളേന്ന് വിളിക്കുകയാണ്. അന്നേരം ഭൂമി അവിടെ നിൽക്കുകയാണ് കേട്ടോ. സത്യൻ ഓടി ചെല്ലാണ് ഭൂമിയുടെ അടുത്തേക്ക്, മോളേന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ തോളിലേക്ക് കൈവച്ചിട്ട് പറയാനുണ്ട്, 22 വർഷമായിട്ട് എൻ്റെ മോള് വരും വരും എന്ന് വിശ്വസിച്ചിരുന്നതാണ് ഞാൻ. ഇപ്പോൾ ദേ എൻ്റെ മോള് എൻ്റെ അടുത്തേക്ക് വന്നു, എൻ്റെ അഭിരാമി എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഭൂമിയെ ചേർത്ത് പിടിക്കട്ടോ. ഭൂമിയാണെങ്കിൽ അച്ഛനെ കെട്ടിപ്പിടിക്കാൻ പൊട്ടിക്കരയാനുണ്ടിട്ട് എല്ലാവരും കൂടെ. അപ്പോൾ സൗഭാഗ്യ മുത്തശ്ശിയും സമാധാനത്തോടു കൂടി നെഞ്ചിൽ കൈവയ്ക്കാണ്, കളഞ്ഞു പോയ മകളെ കിട്ടിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് നമ്മുടെ ഭവാനി അവിടെ നിൽക്കുകയാണല്ലോ. ഭവാനിക്ക് ഇതൊന്നും തീരെ പിടിക്കണില്ല കേട്ടോ. അങ്ങനെ ഭൂമി ഓടി വന്നിട്ട് മുത്തശ്ശിയുടെ കാൽക്കൽ വീഴുന്നുണ്ട്. മുത്തശ്ശിയെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മോളിങ്ങി വന്നേന്നും പറഞ്ഞ് മുത്തശ്ശിയും ഭൂമിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അന്നേരം സംഗീത ചെല്ലാണ് അടുത്തേക്ക്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ, മോക്ക് എന്നെ അറിയോ, കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ നിനക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ പരസ്പരം എല്ലാവരും ഭൂമിയോട് സംസാരിക്കുകയും മിണ്ടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭവാനി അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. ഭവാനി അവിടെ നിന്നുകൊണ്ട് പറയണ്ട, ഇവള് പറയുന്നത് ഒന്നും വിശ്വസിക്കരുത്, നിങ്ങളെല്ലാവരെയും ഇവള് കബളിപ്പിക്കുക ചെയ്തിരിക്കുന്നത്. അമ്മേ ദേവി, ഇത് ഇവളെ വിശ്വസിക്കില്ലേ, ഇത് ചതിയാ. അപ്പോൾ നമ്മുടെ സത്യനാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ. സത്യൻ ഇങ്ങോട്ട് വന്ന് ഒരൊറ്റ അടി അങ്ങോട്ട് ഭവാനിക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാം, എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ കൊടുത്തല്ലേ ഇവള്. അപ്പം മുത്തശ്ശി അവിടെ നിന്നുകൊണ്ട് പറയാം, ഇവളാണ് എല്ലാത്തിൻ്റെയും ആധാരം. അപ്പോൾ സത്യ, ഇവളെ പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയടാന്ന്. അങ്ങനെ ഭവാനിയെ പിടിച്ച് വലിച്ച് ദൂരേക്ക് എറിയാനായിട്ട് സത്യൻ. എന്നിട്ട് വാതിലാണെങ്കിൽ വലിച്ചങ്ങോട്ട് അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പുറത്ത് നിന്ന ഭവാനി, തുറക്കമ്മേ തുറക്ക്, എന്നെ ഉപേക്ഷിക്കില്ലമ്മേ, എന്നെ ഉപേക്ഷിക്കില്ല, വാതിൽ തുറക്കാനാണ് പറഞ്ഞത്, ഞാൻ ഈ വീട്ടിലെയാണ്, തുറക്കാനാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്നുകൊണ്ട് തട്ടി വിളിക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അകത്തുള്ളവരും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ തുറക്ക്, എന്നെ ഉപേക്ഷിക്കില്ലേ എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഭവാനി രാത്രി ആ ബെഡിൽ നിന്ന് ചാടി അടിക്കുന്നുണ്ട്, അമ്മേന്ന് വിളിച്ചുകൊണ്ട്. ഇത്രയും സ്വപ്നത്തിൽ കണ്ടതാണേ. അന്നേരം ഭവാനിക്ക് തോന്നുന്നുണ്ട്, ഇനി ഇവിടെ പിടിച്ചു നിന്നാൽ പറ്റില്ല. കാരണം സത്യങ്ങളെല്ലാം ഇന്നല്ല നാളെ ആയാലും ഭൂമി വന്ന് പറയും. ഇന്നലെ തന്നെ അമ്മയുടെ സംസാരത്തിൽ നിന്ന് ഭൂമി എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇവിടെ പറഞ്ഞു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അമ്മ എന്നോട് ഇങ്ങനെ ഒരു സസ്പെൻസ് പോലെ പറഞ്ഞത്, നേരം വെളുത്തിട്ട് കാണണമെന്നും സംസാരിക്കണമെന്നും. അതോടുകൂടി ഭവാനി ഒരു കാര്യം തീരുമാനിക്കട്ടെ, ഇനി ഈ സ്വപ്നത്തിൽ സംഭവിച്ചതുപോലെ നടന്നു കഴിഞ്ഞാൽ തീർന്നു എല്ലാം, ഇവിടെ നിന്ന് രക്ഷപ്പെടണം, ഇനി ഇവിടെ പിടിച്ചു നിൽക്കാനാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭവാനി വിചാരിച്ചു ഇന്ന് രാത്രി തന്നെ അഞ്ജനയും കൂട്ടി പോകണമെന്ന്. അങ്ങനെ ഭവാനി ഒരു കത്തൊക്കെ അവിടെ എഴുതി വച്ചിട്ട് രാത്രി തന്നെ അഞ്ജനയും കൂട്ടി ഭവാനി ആ സൗഭാഗ്യപുരം വിട്ട് വേറെ എങ്ങോട്ടോ ഓടിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഭൂമിയാണെങ്കിൽ ഇതിനിടയ്ക്ക് വെച്ചിട്ട് മൊബൈൽ ഷോപ്പിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഫോൺ തിരിച്ച് വാങ്ങാനായിട്ടേ അച്ഛൻ്റെ ഫോൺ അവിടെ നന്നാക്കാൻ കൊടുത്തിരുന്നല്ലോ. അന്നേരം അയാൾ പറഞ്ഞിട്ടുണ്ട്, അയ്യോ മാഡം, ഇതിന് ശരിയാക്കാൻ പറ്റാൻ വല്ലാത്ത പാടാണ്, നമ്മൾ ഇതിനകത്ത് ഒത്തിരി ചെളിയും വെള്ളമൊക്കെ കയറിയുണ്ട്, കമ്പനിക്ക് തന്നെ അയച്ചിട്ടുണ്ട്, പക്ഷേ അവർക്കും അതൊന്നും ശരിയായില്ല കേട്ടോ. അവരുടെ സർവീസ് സെൻറ്ററിലും അത് പറ്റില്ലെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു തന്നു. ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഭൂമി പറയാണ്, അത് അച്ഛൻ്റെ ഓർമ്മകളാണ്, എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരു പിടിയില്ല. ഇനിയും ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് മൊത്തത്തിൽ ഇളക്കി നോക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ബാറ്ററി കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് മറ്റുള്ള ഫോണിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്കേണ്ടി വരും. പക്ഷെ ഒരു ഗ്യാരണ്ടി ഒന്നും ഞാൻ തരില്ല കേട്ടോ. കാരണം ഇതൊരു അൺഒഫീഷ്യലായിട്ടുള്ള പണിയാണ്. ഫോട്ടോയോ വീഡിയോസോ എല്ലാം നഷ്ടപ്പെടാം, അതിനകത്തൊന്നും കാണത്തില്ല. അപ്പം ഭൂമി പറയാണ്, അച്ഛൻ്റെ ഫോണിൽ അങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒന്നും കാണാൻ സാധ്യതയില്ല. അല്ല, വിലപ്പെട്ട എന്തെങ്കിലും വീഡിയോ ഉണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞതാണ്, പക്ഷേ ഇനി ഞാൻ അതും കൂടെ നോക്കാം. ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അയാൾ ആ ഫോൺ വാങ്ങി അവിടെ വയ്ക്കുകയാണ് കേട്ടോ. ഭൂമിയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അജയനാണെങ്കിൽ വീട്ടിൽ നിന്നിട്ടും ആകെ ടെൻഷനാണ് കേട്ടോ. അന്നേരമാണ് അനുപമ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അനുപമയാണെങ്കിൽ വന്ന് അജയനോട് പറയുന്നുണ്ട്, എടാ നീ ഫ്രീ ആണോ, എന്നോട് കുറച്ച് സംസാരിക്കാമോ? സ്വന്തം പെങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ഉണ്ടാവുമോ എന്ന് ചോദിക്കണം. ഞാൻ ഉപദേശിക്കുകയാണെന്ന് നീ വിചാരിക്കല്ലേ, അജയൻ്റെ സ്വന്തം പെങ്ങളാണല്ലോ.
അപ്പോൾ തന്നെ ഉടനെ അജയ് പറയടാ, എടി നീ ഉപദേശിക്കൂ, സൈക്കോളജി MA ആയിട്ടുള്ള ഒരാൾ, നീ ധൈര്യമായിട്ട് ഉപദേശിച്ചോ. അജയ് എന്താണ് ശരിക്കും പറഞ്ഞ വിവാഹ ജീവിതം? അപ്പോൾ അജയ് അന്തം വിട്ട് നോക്കണ്ട. അപ്പോൾ പിന്നെ ഒരു ഇംഗ്ലീഷിൽ കുറച്ചൊക്കെ അങ്ങ് പറയാം കേട്ടോ, കാരണം എഴുതി കൊടുത്ത് കാണാതെ വായിക്കും പോലെയാണ് നമ്മളെ അനുപമ വായിക്കണം കേട്ടോ. എന്നിട്ട് പൂർണ്ണതയിലല്ല, പരസ്പരം മനസ്സിലാക്കുന്നതിലും ക്ഷമയിലും നിബന്ധനകളില്ലാത്ത സ്നേഹത്തിലുമാണ് വിജയകരമായ വിവാഹബന്ധം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ തിരിഞ്ഞു നിന്നുകൊണ്ട്. അപ്പോൾ അജയ് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കണേ, എടി ഇതൊക്കെ നിൻ്റെ സ്വന്തമായിട്ട് നീ ഉണ്ടാക്കി പറയുന്നതാണോ? നീ എന്താ വിചാരിച്ചു? എൻ്റെ തലച്ചോറിൽ നിന്ന് എന്നെയാണ് വന്ന് ഞാൻ ചിന്തിച്ചതാട്ടോ. അപ്പോഴാണ് ഫോൺ കയ്യിലിരിക്കുകയാണ്, അത് പിടിച്ച് വാങ്ങിച്ച് അജയ് ചോദിക്കുന്നുണ്ട്. ഒരു കാര്യത്തിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എന്തായാലും ആണ് ഇതെല്ലാം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവേണ്ടത്. നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നും പറഞ്ഞ് ഫോൺ തിരിച്ചു കൊടുക്കട്ടോ. അപ്പോൾ പറയണേ, അഞ്ജലയെ വിവാഹം കഴിക്കാൻ പോകുന്നത് ആ കുട്ടിയല്ലേ നീ വിവാഹം കഴിക്കുന്നത്? അവളുടെ ഹൃദയം നിർമ്മല ഹൃദയമാണ്. അത് ശരി, അപ്പോൾ അവളുടെ ഹൃദയമല്ലേ അവളുടെ കയ്യിലിരിക്കുന്നത് നിർമ്മലയുടെ ഹൃദയമാണോ? ദേ അജയ്, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ, തമാശ കളിക്കല്ലേ. അജയ് അവളെ തല്ലിയില്ലേ? ആ ഞാൻ തല്ലി. പിന്നെ ഒരു പോലീസ് ഓഫീസറെ അജയ്ക്ക് അറിയില്ലേ അത് കുറ്റകരമാണെന്ന്? അവൾ കൊണ്ട് കേസ് കൊടുത്താൽ അഴിയണ്ണാൻ പറയും. എന്നാൽ പിന്നെ അവളോട് കൂടി കേസ് കൊടുക്കാൻ പറ, ഞാൻ അഴിയണിക്കൊള്ളാം. എന്നാൽ നീ ഇനിയും തല്ലോന്നാണോ? അതെ ഞാൻ തെല്ലും. അപ്പോഴാണ് ഇതെല്ലാം കേട്ടും കൊണ്ട് അഞ്ജന അവിടെ ഒളിച്ച് നിൽക്കാൻ കേട്ടോ. അഞ്ജന പറഞ്ഞു കൊടുത്താൽ അതേപടി അനുപമ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു രക്ഷയില്ല മോളെ, ഇതൊരു വല്ലാത്ത സംഭവം തന്നെ എന്ന് പറയാനിടും. അപ്പോൾ അനുപമ പറയാം, എടി ഏറ്റില്ല, നീയേ സൂക്ഷിച്ച് നടന്നോ, ഇടി എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല, പോലീസുകാരൻ്റെ ഇടിയാ. എടി അവൾക്ക് ഈ അജയിന് എന്നെ ഇഷ്ടമില്ലാതെ എന്താണെന്നറിയോ? പോലീസ് സ്റ്റേഷൻ്റെ അടുത്തൊരു കോഫി ഷോപ്പുണ്ട്, അവിടെ ആ കോഫി ഷോപ്പ് നടത്തുന്നത് ഭൂമിയാണ്. ഓ ഭൂമിയോ? ഭൂമിയും ചന്ദ്രനും വ്യാഴമൊക്കെ കോഫി ഹൗസ് നടത്തുന്നുണ്ടോ? അവളുടെ പേര് ഭൂമിജ എന്ന്, ബ്യൂട്ടിഫുൾ നെയിം. ആ ചായക്കടക്കാരിയായിട്ട് അവളെ ഇഷ്ടത്തില്ല, ലവ് ആണോ? അതെ അത് തന്നെ. അത് ശരി, അപ്പോൾ അതാണ് റിയൽ ലവ്. ഇതൊരു സെൻസേഷണൽ ന്യൂസ് ആവും. CI അജയ് ദരിദ്രയും ചായക്കടക്കാരനായ ഭൂമിജയുമായി പ്രണയത്തിൽ. സോഷ്യൽ മീഡിയയിൽ കൊടുത്തല്ലേ ഈ വാർത്ത അങ്ങ് വൈറലാവും, ഇത് പ്രൊമോട്ട് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ എന്നും പറഞ്ഞ് അനുപമ അങ്ങോട്ട് പോവാണ് കേട്ടോ. അഞ്ജന ആകെ പെട്ട് അവിടെ നിൽക്കണം, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അന്നേരം നമ്മുടെ വക്കീലാണെങ്കിലുള്ള ആൽഫ്രഡിനെ കാണാനായിട്ട് നമ്മുടെ ഭൂമിജ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭൂമിജ വന്നിട്ട് വക്കീലിനോട് പറയാണ്, അപ്പോൾ വക്കീൽ അമ്മയുടെ കാര്യത്തിനെക്കുറിച്ചൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് അമ്മയെ പുറത്തിറക്കാനായിട്ട്, പക്ഷേ ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്, അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ കുറച്ച് വലിയൊരു നല്ല കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വക്കീലിനെ ഏൽപ്പിക്കണമെന്ന് പറയാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിന് ഒത്തിരി കാശ് കൊടുക്കേണ്ടി വരും. അവർ വരുന്നതിനും പോകുന്നതിനും ഒക്കെ ചിലവ്. ഫ്ലൈറ്റിലാണെങ്കിൽ ഫ്ലൈറ്റ് ചാർജ്, ആഹാരമെങ്കിൽ ആഹാരം, ഇനിയിപ്പോൾ ഇത് തങ്ങണമെങ്കിൽ അങ്ങനെയുള്ള ചാർജുകൾ ഒത്തിരി ആവും. അതിനൊക്കെ പൈസയ്ക്ക് ഞാൻ എവിടെ പോവും? അതാണ് കാര്യം. ഒത്തിരി കാശുണ്ടെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. ആൽഫ്രഡ് നമ്മുടെ അഭിരാമിയോട് നമ്മുടെ ഭൂമിജിയോട് പറയാം കേട്ടോ. ഭൂമി ആകെ വിഷമത്തിലായിട്ടോ, കാരണം ഇത്രയും കാശിന് വേണ്ടി ഞാൻ ഇനി എങ്ങനെ ഉണ്ടാക്കും, എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അപ്പം ആൽഫ്രഡ് പറയുന്നുണ്ട്, നിരാശപ്പെടാനൊന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി ഭൂമിജി അവിടുന്ന് പറഞ്ഞേക്കണം കേട്ടോ. അപ്പം പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനിരിക്കുകയാണ് സൗഭാഗ്യപുരത്തെ. അന്നേരം സത്യൻ അമ്മയും കൂടെ സംസാരിക്കണം. തലേ ദിവസം രാത്രി ഭവാനി വന്ന നേരത്ത് കുറച്ച് സസ്പെൻസൊക്കെ ഇട്ട് പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് അവൾ ചെറുതായിട്ട് പേടിച്ചിട്ടുണ്ടാവോ? അവളെ ഇതുവരെയും കണ്ടില്ലല്ലോ. ഭവാനിയും അഞ്ജനയൊക്കെ ഇങ്ങോട്ട് വിളിക്കുക, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി. ശരി എന്നാൽ പിന്നെ അഭിരാമി പറയാം, ഞാൻ പോയി എന്ന്. അഭിരാമി അല്ല കേട്ടോ, അനുപമ പറയുന്നുണ്ട്, ഞാൻ പോയി അവരെയൊക്കെ അന്വേഷിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ അവിടെ എല്ലാവരും കറങ്ങി നടക്കുകയാണ്. പക്ഷേ അവിടെ ഭവാനി അഞ്ജനയും കാണുന്നില്ല. അങ്ങനെ മുറിയിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ സംഗീത പറയുന്നുണ്ട്, ഇവിടെ ഒരു കത്തെഴുതി വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അതിൽ കത്തിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, ഈ വീട്ടിൽ ഞാനും എൻ്റെ മകൾ നിൽക്കില്ല, ഞങ്ങൾക്ക് യാതൊരു വിലയുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, ഇവിടെ പീഡനം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു കത്തെഴുതി വെച്ചിരിക്കട്ടോ. ഇത് കേൾക്കണം നമ്മൾ മുത്തശ്ശിക്ക് വല്ലാത്ത വിഷമം ടെൻഷനൊക്കെ ആവണുണ്ട്. അജയനോടും കാര്യം പറയുകയാണ് കേട്ടോ, എടാ ഇതുപോലെയാണ് സംഭവം, കാണുന്നില്ല എന്ന്. അങ്ങനെ അവിടെ എല്ലാവരും അവൻ നോക്കുകയാണ്. അന്നേരമാണ് ഒരു കത്ത് കിട്ടുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതിനെല്ലാത്തിലും കാരണം നീ ഒറ്റയൊരുത്തനാണ് അജയ്, നീ അവളെ തല്ലിയത് കൊണ്ടാണ് ഇങ്ങനെ പീഡനം എന്നൊക്കെ ലെറ്റർ എഴുതി വെച്ചിരിക്കുന്നത്. അവരെ എത്രയും വേഗം കണ്ടെത്തിച്ച് ഇവിടെ കൊണ്ടുവരണം, അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ അജയനെ തന്നെ ഏൽപ്പിക്കുന്നു, നീ തന്നെ അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാട്ടോ. അതോടുകൂടി അജയനാണെങ്കിൽ വീണ്ടും ധർമ്മസങ്കടത്തിലായി. പിന്നെ നമ്മുടെ ഭൂമിയാണെങ്കിൽ നേരെ സബ് ജയിലിലേക്ക് പോയിട്ടുണ്ട് അമ്മയെ കാണാനായിട്ടെ. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന പോലീസുകാർ പറയാനുണ്ട്, ഇത് സന്ദർശന സമയം ഒന്നുമല്ല,
എന്നാലും അജയ് സാറ് വിളിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മളൊരു അവസരം ഒരുക്കി തന്നതെന്ന് പറയാം. അന്നേരം കയ്യിലിരിക്കുന്ന കവറൊക്കെ കൊടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇത്? അത് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അതെല്ലാം വാങ്ങിക്കൊണ്ട് അകത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് നമ്മുടെ അംബികനെയും വിളിച്ചും കൊണ്ട് വരുന്നുണ്ട്. അംബിക ഹോമിയായിട്ട് സംസാരിക്കുകയാണ്. അവർ തമ്മിൽ ആദ്യം ഭയങ്കരമായിട്ട് പൊട്ടി കരയുക ചെയ്യുന്നത് കേട്ടോ. അമ്മയുടെ കൈ പിടിച്ച് വെച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റിയില്ലല്ലോ ഇതുവരെയായിട്ടും. എന്തായാലും ഇതൊരു വല്ലാത്ത കേസ് തന്നെയാണ്. ഒരു തെറ്റും ചെയ്യാത്ത അമ്മ അകത്ത് കിടക്കേണ്ടി ഗതികേട്. ഒരു തെളിവില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഈ കരച്ചിൽ കാണുമ്പോൾ അംബിക പറയുന്നുണ്ട്, മോള് ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, അമ്മയെക്കുറിച്ച് സങ്കടപ്പെടാതിരിക്കുക, അതിനെനിക്ക് കഴിയും അമ്മയെന്ന് ചോദിക്കുക കേട്ടോ. നീ നല്ല ആത്മധൈര്യമുള്ള മോളല്ലേ, ഇവിടെ നോക്ക്, നീ ധൈര്യമായിട്ടിരിക്കും. ഇപ്പോഴാണ് നീ അതൊക്കെ കാണിക്കേണ്ടത്, ഈ ആത്മധൈര്യമൊക്കെ. അല്ലാതെ കരഞ്ഞ് തളർന്ന് അമ്മയെ ആലോചിച്ചിരുന്നാൽ എൻ്റെ കുട്ടിക്ക് ജീവിതം ഇല്ലാണ്ടായി പോവും എന്നും പറഞ്ഞിട്ട് അംബിക കരയാണ് കേട്ടോ. എന്നിട്ട് മോളോട് പറയാം, നീ ഇതെന്താ കോലം മോളെ, സമയത്തും കാലത്തും നീ ഒന്നും കഴിക്കുന്നില്ലേ? ഓടിച്ചാടി തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പെണ്ണാണോ ഇത്? തമാശയൊക്കെ അച്ഛനോടായിരുന്നില്ലേ? പിന്നെ അമ്മേ, എന്നാലും ഞാൻ പഴയ പോലെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അത്രയൊന്നും ആയില്ലെങ്കിലും ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് മോളേന്ന്. അങ്ങനെ വേണം മോളേന്ന് അമ്മയും പറയാട്ടോ. കോഫി ഹൗസ് എങ്ങനെയുണ്ട് മോളേന്ന് ചോദിക്കട്ടോ. ലക്ഷ്മി എന്ത് ചെയ്യുന്നു? നന്നായി പോകുന്നുണ്ട്, ലക്ഷ്മി എടുത്തി കൂടെയുണ്ട്. എന്തായാലും അവൾ എൻ്റെ മോൾക്ക് കൂട്ടുകിടക്കാൻ വേണ്ടി വരുന്നില്ലേ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. വേണ്ട, ഒറ്റയ്ക്ക് മതി, അവിടെ എനിക്ക് കൂട്ടിന് അച്ഛൻ കൂടെ ഉണ്ടല്ലോ, എനിക്കത് മതി എന്ന് പറഞ്ഞ് അംബികയുടെ മുമ്പിൽ നിന്നും കൊണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ. അമ്മയ്ക്കും അത് അവൾ പറഞ്ഞത് ഒരു ആശ്വാസ വാക്കായിട്ട് കണക്കാക്കുക കേട്ടോ. എപ്പിസോഡ് തീരുക. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.